ഏർലി റിട്ടയർമെന്റ് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വേർഡാണ് ഏർലി റിട്ടയർമെന്റ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്താണ് ആക്ച്വൽ ആയിട്ടുള്ള ഒരു ഏർലി റിട്ടയർമെന്റ്, ഇത് എങ്ങനെ സാധ്യമാക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള തുറന്ന ഒരു ചർച്ചയാണ്. അപ്പൊ എന്റെ പേര് സിയാദ് ഇല്ലിക്കൽ. ഇതുപോലെയുള്ള ഫിനാൻഷ്യൽ കോണ്ടന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഏർലി റിട്ടയർമെന്റ് ആളുകളിൽ ഒരു തെറ്റായ ഒരു സന്ദേശം കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. കാരണം ഏർലി റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുക ഒരു 40-ാം വയസ്സിൽ ജോലിയൊന്നും ചെയ്യാതെ ലോകം ചുറ്റുന്ന ഒരാളുടെ ഒരു പിക്ചറാണ് നമ്മുടെ മനസ്സിലേക്ക് എത്തുക. കാരണം ഇതാണ് ഏർലി റിട്ടയർമെന്റ് എന്നുള്ള രീതിയിൽ പല ആളുകളും വിശ്വസിച്ച് പോന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളൊട്ടും തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഏർലി റിട്ടയർമെന്റ് എൻ്റെ ഒരു കൺസെപ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെയും കൺസെപ്റ്റിൽ എപ്രകാരമായിരിക്കണം നമുക്ക് ഇഷ്ടമുള്ളൊരു ജോലി, ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് ചെയ്യുന്ന ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ആയിരിക്കണം ഏർലി റിട്ടയർമെന്റ്. ജോലി ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ ആവരുത് ഏർലി റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. ഇഷ്ടമുള്ളൊരു ജോലി, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ലീവ് എടുത്തും നമുക്ക് ട്രാവൽ ഫ്രീഡവും അത് തരുന്ന ഒരു ജോലി ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളുടെ സാമ്പത്തിക നില വളരെയധികം ഭദ്രത പുലർത്തുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഏർലി റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എന്നാൽ ഫോഴ്സ്ഫുള്ളി വർക്ക് ചെയ്യപ്പെടാനായിട്ട് നമ്മൾ ഇടയാക്കരുത്. ചുരുക്കം പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു കോർപ്പസ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാകണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ മേൽ പറഞ്ഞ പോലെയുള്ള ഇഷ്ടമുള്ള ജോലി ചെയ്യാനും ഇഷ്ടമുള്ള സമയത്ത് ലീവ് എടുക്കാനും ട്രാവൽ ഫ്രീഡം എല്ലാം തന്നെ കിട്ടുകയുള്ളൂ. നമുക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും വേണം, എന്നാലോ ആരും നമ്മളെ ഫോഴ്സ്ഫുള്ളി ജോലി ചെയ്യാനായിട്ട് പറയുകയും ചെയ്യരുത്. ഇതാവണം ഏർലി റിട്ടയർമെന്റ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വലിയൊരു കോർപ്പസ് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കോർപ്പസ് എന്ന് ഉദ്ദേശിച്ചത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വേണം, എന്നാൽ മാത്രമാണ് നമുക്ക് ഇതൊരു ഫ്രീഡം തരികയുള്ളൂ. ഇതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലെ ഒരു ഏർലി റിട്ടയർമെന്റ്. അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളും തെറ്റിദ്ധരിക്കപ്പെടില്ല. ഇനി നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ 40-ാം വയസ്സിൽ ജോലി ഒന്നും ചെയ്യാതെ ലോകം ചുറ്റുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത്ര അഗ്രസീവായിട്ട് നിങ്ങൾ സേവ് ചെയ്താലാണ് അത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഓർമ്മിക്കുക. ചില ആളുകളുടെ കൺസെപ്റ്റിൽ ഏർലി റിട്ടയർമെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ മെനുയുടെ പ്രൈസ് നോക്കാതെ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ. അത് പല ആളുകളുടെയും ഒരു ബഡ്ജറ്റ് അനുസരിച്ച് ഇന്റർനാഷണൽ ട്രിപ്പ് ആവാം, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാവാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വാങ്ങാനായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുക എന്നുള്ളതൊക്കെയാണ് ഏർലി റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. എന്നിരുന്നാൽ കൂടിയും അത്യാവശ്യം പൈസ നമ്മുടെ ഫണ്ട് നമ്മുടെ ബാങ്കിൽ ഉണ്ടാവണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഏർലി റിട്ടയർമെന്റ് എങ്ങനെ സാധ്യമാക്കുക പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അടുത്തതായിട്ട് ചർച്ച ചെയ്യാം. ഏർലി റിട്ടയർമെന്റ് സാധ്യമാവണമെങ്കിൽ നമ്മൾ അഗ്രസീവായിട്ട് സേവ് ചെയ്തേ പറ്റും. എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ പൈസ വലിയ തോതിൽ സേവ് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മളുടെ എക്സ്പെൻസ് കട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് പൈസ സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ എക്സ്പെൻസിനെ നമ്മൾ തരംതിരിക്കണം. ഏതാണ് നമുക്ക് വളരെയധികം അത്യാവശ്യമുള്ള എക്സ്പെൻസ്, ഏതാണ് നമ്മൾ ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എക്സ്പെൻസ്. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചുറ്റുമുള്ള ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് എക്സ്പെൻസുകൾ ചെയ്യും. ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസ് എന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പെൻസ് നമ്മൾ കട്ട് ചെയ്ത് നമ്മളുടെ എക്സ്പെൻസ് കുറച്ച് നമ്മുടെ സേവിങ് നമ്മൾ അഗ്രസീവായിട്ട് തന്നെ കൂട്ടുക. നമുക്ക് എത്രമാത്രമാണ് നമുക്ക് കോർപ്പസ് വേണ്ടത് അത്രക്കും ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ സേവിങ് വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് നമുക്ക് ഏർലി റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുകയുള്ളൂ. രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ നമ്മളുടെ എക്സ്പെൻസ് കുറച്ചിട്ടുണ്ട്, നമ്മൾ സേവിങ് കൂട്ടിയിട്ടുണ്ട്, ഇനി നമ്മളുടെ ഇൻകം കൂട്ടുക എന്നുള്ളതാണ്. നമ്മളുടെ വരുമാനം കൂട്ടുക. ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മുടെ വരുമാനം നമുക്ക് ഏത് രീതിയിലൊക്കെ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഒരു വീഡിയോയിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. നിങ്ങളൊരു സാലറി ആയിട്ടുള്ള ഒരു ആളാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ഇൻകം സോഴ്സ് മാത്രമായിരിക്കും ഉണ്ടാകാനുള്ള സാധ്യതകളുള്ളത് അല്ലെ. ഒരു സാലറിയിൽ നിന്നുള്ള, ഒരു ജോലിയിൽ നിന്നുള്ള ഒരു സാലറി, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ്. എന്നാൽ ഈ ഒരു ഒറ്റ സോഴ്സ് ഓഫ് ഇൻകം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കോർപ്പസ്, നിങ്ങൾക്ക് ഒരു ഏർലി റിട്ടയർമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല. നമുക്ക് നമ്മുടെ ഇൻകം സോഴ്സസ് ഉയർത്തണം. നമുക്ക് മൾട്ടിപ്പിൾ സോഴ്സിലൂടെ നമുക്ക് ഇൻകം വരണം. ഇതിൽ ഒന്നാമത്തെ ഒരു മാർഗം എന്ന് പറയുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിനെ ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് ഡിവിഡൻഡ് സ്റ്റോക്കുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വേണം. മാർക്കറ്റിൽ ഏകദേശം 6% എബോവ് ഡിവിഡൻഡ് നൽകുന്ന സ്റ്റോക്കുകൾ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഡിവിഡൻഡ് ഇൻകമായി, നമ്മുടെ വരുമാനത്തിന് പുറമെ നമുക്കൊരു ഡിവിഡൻഡ് ഇൻകമായി. അതുപോലെ തന്നെ നമുക്ക് റെന്റൽ ഇൻകം വേണം. റെന്റൽ ഇൻകം എന്ന് പറയുന്നത് നമുക്കൊരു ഷോപ്പ് വാങ്ങിച്ച് അത് റെന്റ് കൊടുക്കാനായിട്ട് പറ്റുന്ന ആളുകൾക്ക് അത് ചെയ്യാം. അതല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലും അതിനുള്ള ഒരു വഴിയുണ്ട്. REIT കമ്പനീസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെന്റൽ ഇൻകം കിട്ടും. മൂന്നാമത്, നമുക്ക് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്ത് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം വർദ്ധിപ്പിച്ച് അതിന്റെ ഒരു കോമ്പൗണ്ട് ഗ്രോത്ത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യം. നാലാമത്തെ ഒരു
മൂന്നാമതൊരു കാര്യം നമ്മുടെ ഡിജിറ്റൽ ഇൻകം ഉയർത്താനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് ഡിജിറ്റൽ ഇൻകം നമുക്ക് ഉയർത്താനായിട്ട് പറ്റും. അത് യൂട്യൂബിലൂടെ ഒരു കണ്ടന്റ് ഇട്ടാവാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കണ്ടന്റ് ഇട്ടാവാം, ഫേസ്ബുക്കിൽ ഒരു കണ്ടന്റ് ഇട്ടാവാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് സെല് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് ഇന്നത്തെ കാലത്ത് സെല് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നുണ്ട്. ഒരു ബ്രോക്കറിൽ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് സെല് ചെയ്യാൻ സാധിക്കും. തുടങ്ങി ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റിലും ഇതുപോലെയുള്ള ഒരുപാട് ഡിജിറ്റൽ ഇൻകം നമുക്ക് ഉണ്ടാക്കാൻ, നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളത് കാണാത്തത് കൊണ്ടാവാം. മേ ബി നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് അഡ്വർടൈസ്മെന്റ് എല്ലാം തന്നെ റൺ ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് ഒരു യൂട്യൂബിൽ നിന്നൊരു റവന്യൂ, എൻ്റെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഇത് എനിക്ക് സാധ്യമാകുമെങ്കിൽ നിങ്ങൾക്കും സാധ്യമാകും. നമ്മളുടെ ഡിജിറ്റൽ ഇൻകം ഇന്നത്തെ കാലഘട്ടത്തിൽ ഉയർത്തുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് നമ്മുടെ ഏർലി റിട്ടയർമെന്റ് എന്ന് പറയുന്നത് സാധ്യമാകണമെങ്കിൽ നമ്മളുടെ ഇൻകം സോഴ്സുകൾ, നമ്മളൊരു കിണറിൽ വെള്ളം വരുന്നത് പല ഭാഗത്തു നിന്നുള്ളൊരു ഉറവ വഴിയാണ് കിണറിൽ വെള്ളം നിറയുന്നത് പോലെ തന്നെ നമ്മളുടെ ഒരു കോർപ്പസ് വലുതാവണമെങ്കിൽ പല ഭാഗത്തു നിന്ന് നമുക്ക് ഇൻകം സോഴ്സ് കൂടിയേ തീരും. മൂന്നാമതായിട്ട് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഹെൽത്തും വെൽത്തും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ സ്വയം പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ഏത് രീതിയിലൂടെ? നമ്മുടെ ഹെൽത്ത്, നമ്മൾ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളൊരു ടൈം ഇൻഷുറൻസ് എടുത്ത് നമ്മുടെ ഫാമിലിനെയും കൂടി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലി പ്രൊട്ടക്ട് ആവണമെങ്കിൽ നമുക്കൊരു ടൈം ഇൻഷുറൻസ് കൂടിയേ തീരും. കൂടാതെ നമുക്കൊരു എമർജൻസി ഫണ്ട് വേണം. പെട്ടെന്ന് നമുക്കുടെ ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കുടെ അടുത്ത ഒരു 6 മാസത്തേക്കെങ്കിൽ കൂടിയും എക്സ്പെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു എമർജൻസി ഫണ്ട് നമുക്ക് വേണം. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നമ്മളുടെ ഇൻകം സോഴ്സ് വർദ്ധിപ്പിച്ച് നമ്മളുടെ എക്സ്പെൻസ് കട്ട് ചെയ്ത് നമ്മുടെ സേവിങ് കൂട്ടിയാൽ മാത്രമാണ് നമുക്ക് ഒരു ഏർലി റിട്ടയർമെന്റ് എന്ന് പറയുന്നത് പോസിബിൾ ആവുള്ളൂ. നമ്മുടെ കോർപ്പസ് വർദ്ധിപ്പിക്കാതെ ഏർലി റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഒരു വാക്കായിട്ട്, അല്ലെങ്കിൽ ഒരു ഫാൻസി ആയിട്ടുള്ള ഒരു വാക്കായിട്ട് നമ്മളത് കാണുകയും നമ്മളത് പ്രാവർത്തികമാക്കാതെ ഇരിക്കുകയും ചെയ്യും. നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ആക്ഷൻ എടുത്താൽ മാത്രമാണ് ഏർലി റിട്ടയർമെന്റ് എന്ന് പറയുന്നത് നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതല്ലാതെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് ഏർലി റിട്ടയർമെന്റ് മാറുകയും. അപ്പോൾ ഏർലി റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഒരു മിത്തൊന്നുമല്ല. അതായത് നമുക്ക് സാധ്യമാകാത്ത കാര്യമല്ല ഏർലി റിട്ടയർമെന്റ്. പക്ഷേ അത് സാധ്യമാകണമെങ്കിൽ നമ്മൾ വളരെ വലിയ തോതിൽ നമ്മളുടെ ഇൻകം വർദ്ധിപ്പിച്ച് ഹാർഡ് വർക്ക് ചെയ്തേ തീരൂ. ഈ ഏർലി റിട്ടയർമെന്റ് ചെയ്ത എല്ലാ ആളുകളും തന്നെ അവരുടെ നല്ല പ്രായത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്ത്, നല്ല രീതിയിൽ ഓവർടൈം ചെയ്ത് അവരുടെ ഇൻകം സോഴ്സ് ഉയർത്തി നല്ല കോർപ്പസ് ഉണ്ടാക്കി ഒരു ലൈഫിലെ ഒരു സ്റ്റേജ് ആകുമ്പോൾ പിന്നീട് അവരുടെ ഒരു കാമായിട്ട് പിന്നീട് അവർ അഗ്രസീവായിട്ട് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവർക്ക് അത്യാവശ്യം ഫണ്ട് ഉണ്ട്. പിന്നീട് അവർക്ക് ഇഷ്ടമുള്ള ജോലി, ഇഷ്ടമുള്ള സ്ഥലത്ത്, ഇഷ്ടമുള്ള സമയത്ത് ചെയ്ത് അപ്പോഴും ഇൻകം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടി ഫോഴ്സ്ഫുള്ളി ഇൻകം ഉണ്ടാക്കുന്നില്ല. കാരണം ഓൾറെഡി തന്നെ ബാങ്കിൽ അത്യാവശ്യം പൈസ ഉണ്ട്, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ, നല്ല രീതിയിലൊരു പോർട്ട്ഫോളിയോ ഉണ്ട്. പിന്നീട് അവർക്ക് അവരുടെ ലൈഫ് കുറച്ചും കൂടി കാമായിരിക്കും, കുറച്ചും കൂടി പീസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങളും എത്തട്ടെ. ഈ ഒരു വീഡിയോ ഒരു ടൈം പാസിന് വേണ്ടി കണ്ട് അവസാനിപ്പിക്കാതെ ഇതിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള എലമെന്റ് നിങ്ങൾ ഉൾക്കൊണ്ട് അത് നിങ്ങളുടെ ലൈഫിൽ അത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് നിങ്ങൾ ഹെൽപ്ഫുൾ ആയി ഒരു വീഡിയോ വർത്താണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കാനും കൂടി മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഏർലി റിട്ടയർമെന്റ് പോസിബിൾ ആകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ നിർത്താം. ദിസ് ഈസ് സിയാദ് ഇല്ലിക്കൽ. താങ്ക് യു ഓൾ.